നമുക്ക് വരാറുള്ള ചില ഗ്രൂപ്പുകൾ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് എനർജി തന്നിട്ടാണ് പോവുക. അതുപോലുള്ളൊരു ഗ്രൂപ്പാണിത്. സെക്കൻഡ് ഹണിമൂൺ ആഘോഷിക്കേണ്ട പ്രായത്തിലുള്ള 50-60 വയസ്സുള്ള ആളുകളാണ് ഇപ്രാവശ്യം ടൂറിനുള്ളത്. ഹൈദരാബാദിലാണുള്ളത്. നമ്മൾ ഗ്രൂപ്പിൻ്റെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഹൈദരാബാദിലെ ചൗമഹല്ല പാലസ് എന്നാണ് പറയാം. ഈ ചൗമഹല്ല പാലസ് കാണുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നൊരു കഥയുണ്ട്. ഒരു ടൂർ ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ജോലി ഏറ്റവും ആസ്വദിച്ച് ചെയ്യാറുള്ളത് നല്ല ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ചില ആളുകൾ നമ്മുടെ കൂടെ ഗസ്റ്റുകളായിട്ട് വരുമ്പോഴാണ്. ചില ആളുകൾ കൊണ്ട് നമ്മൾ ഈ കൊട്ടാരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ മോടിയൊക്കെ കാണുന്ന സമയത്ത് ആളുകൾ നമ്മളോട് ചോദിക്കും ഇവരുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളമായിരിക്കുന്നു. അപ്പോൾ ഹൈദരാബാദ് നൈസാമുമാരെ കുറിച്ച് ചോദിക്കുന്ന ആളുകളോട് ഞാൻ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഡയമണ്ടുകളായിരുന്നു ഹൈദരാബാദ് നൈസാമുമാരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആളായിട്ട് കണക്കാക്കപ്പെടുന്നത് അവസാനത്തെ നൈസാമായിരുന്ന മിർ ഉസ്മാൻ അലി ഖാനെയാണ്. അദ്ദേഹത്തിന്റെ ഫാദർ ആയിരുന്ന മെഹബൂബ് അലി ഖാൻ തൻ്റെ ഓഫീസിൽ പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡയമണ്ട് ഉണ്ട്. ആ ഡയമണ്ടിൻ്റെ പേര് ജേക്കബ് ഡയമണ്ട് എന്നാണ്. ഇന്ന് അതിൻ്റെ വില കണക്കാക്കിയിരിക്കുന്നത് ഏകദേശം $50 ലക്ഷം ആണ്. അത്രയും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഹൈദരാബാദിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കഥകൾ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി. ഇത്തരത്തിൽ കഥകൾ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ.